ജെൻസി പ്രശ്നക്കാരാണോ? ഒരുപാട് നാളുകളായിട്ട് എല്ലാവരും ഈ ജനറേഷൻ സിയുടെ തോളി കയറുകയാണല്ലോ. അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. അതാണിപ്പോൾ നടക്കുന്നത്. സാമൂഹികവും സാങ്കേതികപരമായ അവസ്ഥകളിൽ, സിറ്റുവേഷൻസിലും മനുഷ്യൻ്റെ ചിന്തകൾ, ലൈഫ് സ്റ്റൈൽസ് ഇതൊക്കെ എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് നമ്മളെ ജനറേഷൻസ് ആയിട്ട് തിരിച്ചിട്ടുള്ളത്. അതിൽ അടുത്തുള്ള 3 1965 തൊട്ട് 1980 വരെയുള്ളവരെ ജനറേഷൻ എക്സ് എന്നും, 1981 തൊട്ട് 1996 വരെയുള്ളവരെ മില്ലേനിയൽസ് എന്നും, 1997 തൊട്ട് 2012 വരെയുള്ളവരെ ജനറേഷൻ സി, ജെൻസി എന്നും വിളിക്കും. അതിന് പിറകോട്ടും കുറേ ഉണ്ട്. ഇപ്പോൾ മുമ്പോട്ട് ആൽഫയും ബീറ്റയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ പറയാൻ പോകുന്നത് ജെൻസിയെ പറ്റിയാണ്. നമസ്കാരം, ഞാനൊരു പാറ്റ. ഇപ്പോൾ പാറ്റകളാണല്ലേ താരം. നമ്മൾ ഒരാഴ്ചയോളം കാണുന്നതും കേൾക്കുന്നതും ഒക്കെ പാറ്റകളെയാണ്. ഇത് തുടങ്ങുന്നത് നമുക്കറിയാമല്ലോ. ഇന്ത്യയുടെ ഒരു പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇവിടുത്തെ യൂത്തിനെ, പ്രത്യേകിച്ച് ജനറേഷൻ ജെൻസിനെ പാറ്റകളായിട്ട് സാമ്യപ്പെടുത്തിയതിലൂടെയാണ്. ഇവിടെ ഞാൻ നോക്കുന്നത് ഒരു തലമുറയുടെ നേരെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോഴും ഇത്ര ഹ്യൂമറസ് ആയിട്ടാണ്, സറ്ററിക്കലായിട്ടാണ് അവരതിന് പ്രതികരണം നടത്തിയത്. ഇതിൽ എന്നാലും ഇങ്ങനൊരു പ്രശ്നം വന്നത് വലിയ വിപ്ലവമാവുമെന്നോ വലിയ മാറ്റം സൃഷ്ടിക്കുമെന്നോ എന്ന് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല. എന്നാലും ഇതിപ്പോൾ അധികാരികളെ പേടിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ ഇവിടെ മനസ്സിലാക്കാമല്ലോ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണേ, ഏകദേശം 24 ലക്ഷത്തോളം കുട്ടികൾ ഇന്ത്യയിൽ എഴുതിയ ഒരു പരീക്ഷ, നീറ്റ് പോലുള്ള ഒരു പരീക്ഷ, എത്ര വർഷത്തെ പഠിത്തമായിരിക്കും അവർ പഠിച്ചെഴുതിയിരിക്കുന്നത്, എത്ര വർഷം കഷ്ടപ്പെട്ടിട്ടാണ് അവർ എഴുതിയത്. അതെത്ര നിസ്സാരമായിട്ട് അതിലിങ്ങനെ ഒരു വലിയൊരു വീഴ്ച വരുമ്പോൾ പുതിയ തലമുറയ്ക്ക് ഇതിനെ ചോദ്യം ചെയ്തല്ലേ പറ്റും. ഇതിനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവത്തില്ലല്ലോ. അപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയും അവരുടെ 5 പോയിൻ്റ് അജണ്ടകളും ഒക്കെ നമ്മളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് ജെൻസി നിസ്സാരക്കാരല്ലെന്നാണ്. അവരുടെ ഒരു ക്രിയേറ്റീവ് പവറും പിന്നെ ഒരു കാര്യത്തിനെ എങ്ങനെയാണ് നേരിടുന്നതെന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യൻ്റെ, അതായത് ഹോമോസാപ്പിയൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാന ശക്തി എന്തെന്ന് വെച്ചാൽ ഒത്തുകൂടാനുള്ള കഴിവാണ്. പണ്ട്, അതായത് മുമ്പുള്ള തലമുറകളിലൊക്കെ ഒന്ന് ഒത്തുകൂടണമെങ്കിൽ ഒരു വർഷത്തോളമുള്ള പ്രയത്നത്തിൻ്റെ ആവശ്യമുണ്ട്. കുറേ ക്യാമ്പയിൻ നടത്തണം, സമരത്തിന്, ഇതിനെല്ലാം ആളെ കൂട്ടാൻ എവിടെയൊക്കെ മെസ്സേജ് വിടണം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജെൻസിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ 1000ഓളം പേരെ ഒരുമിപ്പിക്കാൻ കഴിയും. തീർച്ചയായും ഡിജിറ്റലൈസ്ഡ് ആണ്. സോഷ്യൽ മീഡിയയുടെ കഴിവുണ്ട്, സോഷ്യൽ മീഡിയയുടെ പവറിലാണ് ജെൻസി നിൽക്കുന്നത്. എന്നാലും ജെൻസിയുടെ സാമൂഹ്യ നീതിയിലുള്ള, സോഷ്യൽ ജസ്റ്റിസിലുള്ള ഒരു നിലപാടുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. നമ്മൾ ലോകത്താകമാനം നടന്ന ജെൻസി പ്രക്ഷോഭങ്ങളൊക്കെ അങ്ങനെ ഈയിടെ കേട്ടായിരുന്നു. തുടങ്ങുന്നത് തന്നെ നേപ്പാളിൽ നിന്നാണ്. അവിടുത്തെ കറപ്ഷനും കെടുകാര്യസ്ഥതയും പിന്നെ സോഷ്യൽ മീഡിയ ബാൻ, ജെൻസിയുടെ വാസസ്ഥലം തന്നെ സോഷ്യൽ മീഡിയയല്ലേ, അതിൻ്റെ ബാനും ഒക്കെ വെച്ച് തുടങ്ങി അവസാനം അവിടുത്തെ പ്രൈം മിനിസ്റ്ററിന് വരെ റിസൈൻ ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ ഇന്തോനേഷ്യയിൽ അവിടെ ഈ എക്കണോമിക് മിനിസ്റ്ററിനും സെക്യൂരിറ്റി മിനിസ്റ്ററിനും ഒക്കെ രാജിവെച്ച് പോവേണ്ടി വന്നു. അങ്ങനെ സക്സസ്ഫുള്ളായതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങൾ കെന്യ, മഡഗാസ്കർ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ജെൻസി നടത്തി. ഇവിടെ നമ്മൾ നോക്കുന്നത്, നമ്മൾ കുറച്ച് നാളായി ഈ പുതിയ തലമുറയ്ക്കെതിരെ ഒരുപാട് അധിക്ഷേപങ്ങൾ കേൾക്കാറുണ്ട്, ഒരുപാട് കുറ്റങ്ങൾ കേൾക്കാറുണ്ട്. ഇതൊക്കെ ശരി തന്നെ, അതിൽ ചിലതൊക്കെ ശരി തന്നെ. അറ്റൻഷൻ സ്പാൻ കുറവെന്നൊക്കെ പറയുന്നതൊക്കെ കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും എല്ലാത്തിലും കുറ്റം പറയാൻ പറ്റുമോ ഈ പുതിയ തലമുറയെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. എൻ്റെ അച്ഛനും അച്ഛനും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ കുട്ടിക്കാലത്ത് അവരുടെയൊക്കെ സ്കൂളിൽ കൂട്ടുകാരുടെയൊക്കെ ഇരട്ടപ്പേരുകൾ. നിങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത്, അതായത് ഞാൻ ചോദിക്കുന്ന മില്ലേനിയൽസിനോടെയും ജനറേഷൻ എക്സിൻ്റെ കൂടെയൊക്കെയാണ്, നിങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ കൂട്ടുകാരെ വിളിച്ചിരുന്ന കറുമ്പനെന്ന്, വെളുമ്പനെന്ന്, തടിയനെന്നൊക്കെയായിരുന്നു. ഭയങ്കര മോശമായ ബോഡി ഷെയ്മിങ്ങും ഒരാളെ മാനസികമായി തന്നെ തളർത്തുന്ന രീതിയിലുള്ള കളിയാക്കലും ഒക്കെ ആയിരുന്നു നടന്നത്. ജെൻസിക്ക് ഇപ്പോൾ ഇതുണ്ടോ? എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ ബോഡി ഷെയ്മിങ്ങിൽ, ജെൻഡർ ഈക്വാലിറ്റിയിൽ ഒക്കെ ശക്തമായൊരു നിലപാടുള്ളവരാണ് ജെൻസി. ജെൻഡർ ഈക്വാലിറ്റി ഇപ്പം തന്നെ നോക്കിയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അജണ്ടകളിലൊന്നാണ് 50% സ്ത്രീകൾ. ഇപ്പോൾ ഒരു നേതൃത്വം, അതായത് ഒരു രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ ഒരു വേദിയിൽ
എത്ര സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും? ആ സ്ത്രീകളുടെ പ്രാതിനിധ്യം എങ്ങനെയാണ്? എന്തിനൊരു ബസ്സിൽ കയറിയ ഒരു സ്ത്രീകളുടെ അടുത്തിരിക്കാൻ പോലും പുരുഷന്മാരുടെ അടുത്തിരിക്കാൻ സ്ത്രീകൾക്ക് പറ്റില്ല. നിങ്ങളുടെയൊക്കെ തലമുറയുടെ പ്രശ്നം അതാണ്. പക്ഷേ നമുക്കതില്ല. നമുക്ക് ബോയ്സും ഗേൾസും എല്ലാം ഒരുമിച്ചാണ്, ഫ്രണ്ട്സാണ്, ബെസ്റ്റ് ഫ്രണ്ട്സാണ്. നമ്മളൊരു ഗ്യാപ്പ് ഇതിനിടയിൽ കാണുന്നില്ല. അതോടൊപ്പം തന്നെ ജെൻസിയുടെ മറ്റൊരു പ്രത്യേകത പറയാനുള്ളത്, വംശീയതയ്ക്ക് വർഗീയതയ്ക്ക് ഒക്കെ എതിരായിട്ട് അതിനും അപ്പുറം ചിന്തിക്കുന്നവരാണ്. ബോർഡർലെസ് ആണ്, അതിരുകളില്ലാതെ. നമുക്കിപ്പോൾ ഏത് രാജ്യത്തുള്ളവരും ഏത് സ്ഥലത്തുള്ളവരുമായിട്ട് സുഹൃത്ത് ബന്ധം കൂടാം. സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെയാണ്, എന്നാലും സുഹൃത്ത് ബന്ധം കൂടാം, നമുക്ക് ഐഡിയാസ് എത്തിക്കാം, ഇതൊക്കെ കഴിയുന്നുണ്ട്. പക്ഷേ ഒരു നമ്മളതാണ് നിങ്ങളതാണ് എന്നൊരു ചിന്ത തന്നെ ഈ തലമുറയിൽ വളരെ വലുതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സസ്റ്റൈനബിലിറ്റിയുടെ കാര്യത്തിൽ, സസ്റ്റൈനബിലിറ്റിയെ പറ്റിയുള്ള ചിന്തകളിൽ എൻവയോൺമെൻറ്റ്, നമ്മുടെ പ്രകൃതിയെ നോക്കുന്ന രീതിയിൽ, ഇതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ ഇവരെ പറ്റി, ഗ്രേറ്റ തുൻബെർഗിനെ പറ്റി പറയണമല്ലോ. വെറും 15ാമത്തെ വയസ്സിൽ ലോകത്തിൻ്റെ ശ്രദ്ധ, അതുവരെ പ്രകൃതിയെപ്പറ്റി അത്ര ചിന്തിക്കാത്ത പാർലമെൻറ്റ്സിനെ വരെ പ്രകൃതിയെപ്പറ്റിയും സ്വയം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെപ്പറ്റിയും ചിന്തിപ്പിച്ചവരാണവർ. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പുതിയ തലമുറ, അതായത് ജെൻസി, പുതിയ രീതികളിലും പുതിയ ചിന്തകളിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ മൊത്തം ചരിത്രം നോക്കിയാൽ തന്നെ വിപ്ലവം സൃഷ്ടിച്ചതും മാറ്റം കൊണ്ടുവന്നതുമൊക്കെ ആ കാലത്തെ പുതിയ തലമുറകളാണ്. അതുപോലെ തന്നെയാണ് ഇതും. മാത്രവുമല്ല, ഇപ്പോൾ മനുഷ്യൻ കാർഷിക യുഗത്തിൽ നിന്ന് വ്യവസായ യുഗത്തിലോട്ട് വന്നു, അവിടെ നിന്ന് സാങ്കേതിക യുഗത്തിലോട്ട് വന്നു, അവിടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട AI യുഗത്തിലോട്ട് കാലെടുത്ത് വച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ സാങ്കേതിക യുഗത്തിൽ വളരുന്ന, ടെക്നോളജിക്കൽ എറയിൽ വരുന്ന നമ്മൾ, പുതിയ ജെൻസി എന്ന തലമുറയ്ക്ക് നിങ്ങളുടെ ചിന്തകളായിരിക്കില്ല, പുതിയ മാറ്റങ്ങൾ കാണും, പുതിയ ലൈഫ് സ്റ്റൈൽസ് കാണും. എന്തിന്, രാത്രിയെന്ന് പകലെന്നുള്ളതിൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ കാണും. ജോലിയുടെ കാര്യത്തിൽ തന്നെ നോക്ക്. ഇപ്പോൾ ജെൻ എക്സും മില്ലേനിയൽസും ഒക്കെ എങ്ങനെയായിരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യും. അവർ ജോലി ചെയ്യാൻ വേണ്ടി തന്നെ ജീവിക്കുന്നതാണ്. അതായത് ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ല, ജീവിതത്തിലൊന്നും ആസ്വദിക്കുന്നില്ല, അങ്ങനെ ജീവിക്കുന്നവരായിരുന്നു. ഞാൻ പറയുന്നത് ജോലി ചെയ്യാതിരിക്കുന്നൊന്നല്ല, പക്ഷേ നമ്മുടെ ഒരു പുതിയ ചിന്തയിൽ എന്തെന്ന് വെച്ചാൽ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നതെന്നാണ്. അല്ലാതെ നിങ്ങളെപ്പോലെ ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നവരല്ല. കൂടുതൽ എൻ്റർടൈൻമെൻറ്റുകളോടും കൂടുതൽ ദൈർഘ്യം കുറച്ച് ചെയ്യേണ്ട കാര്യം ചെയ്ത് ബാക്കിയുള്ളതിൻ്റെ ദൈർഘ്യം കുറച്ച് നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യാനും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ജോബിൻ്റെ കൺസെപ്റ്റ് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ AI വരവോടുകൂടി എന്തെല്ലാം മാറുമെന്ന് നമുക്ക് ഇപ്പോഴേ പ്രവചിക്കാൻ പോലും പറ്റത്തില്ല. അതിനോടൊപ്പം നമ്മൾ ജോലിയോടൊപ്പം എൻ്റർടൈൻമെൻറ്റ്, എൻജോയ്മെൻറ്റും ആസ്വാദനവും ഒക്കെ ഉൾക്കൊണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ പിറകെ വരുന്ന ഈ ആൽഫയും ബീറ്റയൊക്കെ എന്തൊക്കെ മാറ്റം കൊണ്ടുവരുമെന്ന് നമുക്ക് പോലും വിശ്വസിക്കാൻ പോലും പറ്റത്തില്ലായിരിക്കാം. ഇപ്പോൾ തന്നെ എന്താണ്, കാലം മാറുകയാണ്. വായനയെന്ന് പറയുന്നത് ഇപ്പോൾ പുസ്തക വായനയും പത്രം വായനയും മാത്രമാണോ? ഇപ്പോൾ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ എനിക്ക് ലോകത്ത് നടക്കുന്ന എല്ലാ മാറ്റങ്ങളും അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പുതിയ തലമുറ പുതിയ രീതികൾ ആർജിക്കുകയാണ്, പുതിയ ലൈഫ് സ്റ്റൈൽസിലോട്ട് മാറുകയാണ്. ഇപ്പോൾ തന്നെ റിട്ടയർമെൻറ്റ് പ്രായം എത്രയാണ്? 60 വയസ്സ്, 56 വയസ്സ്, ഗവൺമെൻറ് ജോലികൾക്കും അല്ലാത്ത ജോലികൾക്കും ഒക്കെ. പക്ഷേ ഒരു രാഷ്ട്രം നയിക്കുന്നവർക്ക്, അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക്, രാഷ്ട്രീയക്കാർക്കൊക്കെ എത്രയാണ്? 70 വയസ്സിന് മുകളിലുള്ളവരാണ് ലോകത്തെ മിക്ക രാഷ്ട്രങ്ങളും ഭരിക്കുന്നത്. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ ആദ്യ സ്ഥാനത്തൊക്കെ നിൽക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഭരിക്കുന്ന നേതാക്കന്മാരുടെ, അവിടുത്തെ നേതൃസ്ഥാനത്തുള്ളവരുടെയൊക്കെ പ്രായം എത്രയാണ്? എന്തായാലും ഇത്രയും പ്രായമുള്ളവരൊന്നുമല്ല. അപ്പോൾ പുതിയ തലമുറയുടെ കാര്യം മനസ്സിലാക്കാനും പുതിയ തലമുറയ്ക്ക് വേണ്ടി കാര്യം ചെയ്യാനും അതിലുള്ളവർ കൂടി വരണം. അവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കാൻ കൂടി നിങ്ങൾക്ക് സാധിക്കണം. ഇപ്പോൾ തന്നെ ഒരു പൊതുവായ തെറ്റിദ്ധാരണയാണ് ജെൻസി എല്ലാം സോഷ്യൽ മീഡിയയുടെ അകത്ത് പുറം ലോകവുമായിട്ടൊരു ബന്ധമില്ലാതെ, രാഷ്ട്രീയപരമായ ഒരു ചിന്തയും ഇല്ലാതെ ജീവിക്കുന്നവരാണെന്ന്. ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളും അതങ്ങനെ അല്ലെന്ന് മനസ്സിലാക്കി തരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. ഇപ്പോൾ ഓരോ കാലത്തും ഓരോ മാറ്റങ്ങൾ അനിവാര്യമാണ്, ആവശ്യമാണ്. അപ്പോൾ അതുകൂടെ ഉൾക്കൊള്ളണം, വഴിമാറിക്കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരു കൃത്യം പ്രായം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അധികാരത്തിനോടുള്ള അധിക ആഗ്രഹം ആവശ്യമില്ല. എൻജോയ് ചെയ്യണം, എൻ്റർടൈൻമെൻറ്റിലോട്ട് വരണം, ലോകത്ത് മാറുന്ന കാര്യങ്ങളെ മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ ലോകത്ത് നടക്കുന്ന കാര്യം ആലോചിച്ച് നോക്കുകയാണ്. ഈ കാലത്തും പല രാഷ്ട്രങ്ങളിലും പല നേതാക്കന്മാരും ഒക്കെ തന്നെ വംശീയതയുടെ, വർഗീയതയുടെ, വിഭജനത്തിൻ്റെയൊക്കെ ചിന്തയിൽ ഊന്നിക്കൊണ്ട് നിൽക്കുന്നവരാണ്.
അപ്പോൾ ജെൻസിക്ക് അതല്ല, പുതിയ ജനറേഷൻ, പുതിയ തലമുറയ്ക്ക് നമുക്ക് അതല്ല. നമുക്കൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ആണ്, നമുക്ക് അതിരുകളില്ല. മലയാളത്തിൽ മാനവികത എന്ന് പറയും. നമ്മളെല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവരിലോട്ടും ചേർന്ന് നിന്ന് പോകുന്നവരാണ്. അപ്പോൾ ചുമ്മാ ജെൻസിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ പുതിയ തലമുറയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കുക എന്ന് പറയുമ്പോൾ അധികാരം മാറിക്കൊടുക്കുന്നത് മാത്രമല്ല, അവരുടെ ഐഡിയാസ്, നമ്മുടെ ഐഡിയാസ്, നമുക്കുള്ള സ്പേസ്, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളിനി മാറി നിൽക്കേണ്ടവരാണ്. ഇനി നമുക്ക് ശേഷം വരുന്ന ആൽഫകൾക്കും ബീറ്റകൾക്കും അതിന് താഴെയുള്ളവർക്കും ഒക്കെ നമ്മളും ഇതൊക്കെ മനസ്സിലാക്കി മാറി നിന്ന് കൊടുക്കും. അങ്ങനെയാണ് ഈ ലോകം പോകുന്നത്. അപ്പോൾ പാറ്റകളെന്നും പറഞ്ഞ് അധിക്ഷേപിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ബഷീർ പറഞ്ഞൊരു കാര്യമാണ്. ലോകം പഴുതാരകളുടേതും ആടിൻ്റേതും പട്ടിയുടേതും പാറ്റകളുടേതും ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും പാറ്റ നമസ്കാരം.